സുബേറാണ് തൃശ്ശൂരിൽ നിന്നും ആദ്യ പ്രേക്ഷകനായെത്തുന്നത്. ശ്രീ സുബേർ, CPM-ന്റെ ജില്ലാ കമ്മിറ്റികളിലാകെ അതിരൂക്ഷമായ വിമർശനമാണ് ഉയരുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെയും അതോടൊപ്പം തന്നെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനെതിരെയും. ഈ വിമർശനങ്ങളൊക്കെ കൊണ്ട് ഈ പാർട്ടിയിലെ നേതൃത്വം തിരുത്തി എന്താണെന്ന് തെറ്റേറ്റു പറഞ്ഞ് തെറ്റിന് തിരുത്തലുകൾ കണ്ടെത്തി വീണ്ടും ശക്തിയായി മടങ്ങി വരാനുള്ള സാധ്യതയുണ്ടോ? നമസ്കാരം. കിരൺ ബാബു സാറ് നമസ്കാരം. പറഞ്ഞോളൂ. ഹലോ. പറഞ്ഞോളൂ. അതായത് ഇവര് നന്നാവണമെങ്കിൽ ഇവര് ധാർഷ്ട്യം, അഹങ്കാരം, ധാർഷ്ട്യം, അവരെ ചെൽപ്പടിക്ക് നിൽക്കാത്ത ആൾക്കാരെ തല്ലിക്കൊല്ല, വെട്ടിക്കൊല്ല, അത് അവസാനിപ്പിക്കണം. ഇവര് ഇന്നും അവരെ AK സെന്ററിൽ ഒരു കാര്യത്തിന് പോയി കഴിഞ്ഞാൽ മറുപടി പറയാൻ പറ്റില്ല. മറുപടി കഴിഞ്ഞാൽ തലയിൽ മാർക്ക് ചെയ്യവര് 1-ാം നമ്പർ മാർക്ക്, പിന്നെ 1-ാം നമ്പർ എന്ന് പറഞ്ഞിട്ട്. ഇത് കോൺഗ്രസിൽ അങ്ങനെയല്ല, LDF-ൽ അങ്ങനെ. എനിക്കങ്ങനെ പാർട്ടി ഒന്നുമില്ല. ഈ LDF ഒരിക്കലും പിണറായി അവരെ പാർട്ടി നശിക്കാൻ പാടില്ല. നമുക്ക് ആ പാർട്ടിയുടെ ആവശ്യമാണ്. പക്ഷെ അവരെ അഹങ്കാരത്തിന് കൊടുത്ത ദൈവമല്ല, ജനങ്ങളിൽ കൊടുത്ത ദിശേനെ. ജനങ്ങൾക്ക് ആരുടെ അവരല്ലേ ജവന്മാര്, നമ്മളെ ജവന്മാര്, അവര് നമ്മുടെ രക്ഷകരാണ് അല്ലെ. അവരെന്തൊക്കെ ചെയ്തു കൂട്ടി നമുക്കെതിരായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കൂട്ടി. സാറിന് ഓർമ്മയില്ലേ? ഞാൻ ഇനി പറഞ്ഞ ഇന്നലെ നമ്മൾ സംസാരിച്ചല്ലേ. അപ്പൊ ഞാൻ കൂടുതൽ സംസാരിക്കാനില്ല. അതിന്റെ പേരിൽ ഇവർ ചെയ്ത ദാക്ഷ്യങ്ങള്, അഹങ്കാരങ്ങള്, ഡേഷ് മോനെ, ഇവര് പറഞ്ഞ ഓരോ വാക്കുകളും സാറൊന്ന് ആലോചിച്ച് നോക്ക്. അതെ, ആ പോലീസുകാരെ അഴിഞ്ഞാടി വിട്ട് ആ പോലീസുകാരൊക്കെ കുന്നംകുളത്തും അവിടെയൊക്കെ വെച്ച് ഇടിച്ച് കൊന്നില്ലേ? അവനൊക്കെ ജീവിക്കാൻ പറ്റോ? നാളെ സാറിന്റെ മോനോ എന്റെ മോനോ അങ്ങനെ സംഭവിച്ചാലത്തെ അവസ്ഥ എന്താണ് ഇല്ലേ? നമ്മൾ നോക്കണ്ടേ. എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്റെ മോന് പട്ടിയാടി ആക്സിഡന്റ് ആയിട്ട് 40 ലക്ഷം രൂപ എനിക്ക് ചെലവായി. ഞാനോട് പരാതി കൊടുത്തു. അത് പരാതി കൊടുക്ക് തെരുവോട്ടി അടിയിട്ട് ആക്സിഡന്റ് ഉണ്ടായത്. അതിന്റെ കംപ്ലീറ്റ് 2 വർഷം ഞാൻ ഇതിൽ പ്രതികരിക്കാത്ത ആളാണ്. എനിക്ക് രാഷ്ട്രീയ പാർട്ടിയൊന്നുമില്ല. ഞാൻ പ്രവാസിയായിരുന്നു. പക്ഷെ ഇവര് ഒക്കെ എനിക്ക് കുറെ പേപ്പർ വന്ന് ലാസ്റ്റ് പോസ്റ്റ് ഓഫീസുകാർ എന്നെ കാണുമ്പോൾ ചിരിക്കുക. നിങ്ങൾ എന്നും പേപ്പർ അയക്കുന്നില്ല. അവിടേക്ക് കളക്ടർക്ക് അയക്കുന്നുണ്ട്, മുഖ്യമന്ത്രിക്ക് അയക്കുന്നുണ്ട്, കൃഷ്ണൻകുട്ടിക്ക് അയക്കുന്നുണ്ട്, അവർക്ക് അയക്കുന്നുണ്ട്, ശ്രീജൻ കമ്മിറ്റിക്ക് അയക്കുന്നുണ്ട്. ഒന്നിനും ഒരു നിലപാടില്ല. 40 ലക്ഷം രൂപ ഞാൻ ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ നിൽക്കുന്ന ആൾക്ക് 40 ലക്ഷം രൂപ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞാൽ സാറ് ആലോചിക്ക്. സാറിന് ഇപ്പൊ ഒരു നിശ്ചിത വരുമാനമുണ്ട്. ആ വരുമാനത്തിൽ കൂടുതൽ സാർ എന്ത് ചെയ്യാ? കയറെടുത്ത് കെട്ടിക്കൊണ്ടിരുന്നു. ഞാനൊന്നും ചെയ്തില്ല. ഞാൻ ആത്മഹത്യ മക്കത്തും ഞാൻ പോയില്ല. ഞാൻ പരമാവധി ഉള്ളതൊക്കെ വിറ്റുപറക്കിയിട്ട് ചെയ്തു. എന്നിട്ടും അതിന് തീരുമാനമില്ല. 3 വർഷമായി. ഇപ്പോഴും എന്റെ മോന്റെ കാര്യം, അവൻ ടീനേജ് 22 വർഷമായി. 22 വയസ്സിൽ അവന് സംഭവിച്ചത്. ഇപ്പോഴും അവന്റെ മുഖം നോക്കാൻ പറ്റൂല. ആ കണ്ടീഷനിൽ എടുക്കണേ. ഇവരെന്ത് ചെയ്ത് ഈ തെരുവുകാട്ടികളെ അയച്ചിട്ട് ഓരോ തദ്ദേശ മെമ്പർമാർക്കും ഇത് കൊടുത്തു, അധികാരം കൊടുത്തു. എന്ത് ചെയ്തു? ചെയ്യുമ്പോൾ അവിടെ ഇവിടെ ഈ സംഭവിച്ചവിടെ ഇനി തൃശ്ശൂർ ഡിസ്ട്രിക്റ്റില് ചേർപ്പ് പഞ്ചായത്തിൽ സംഭവിച്ചു. അവിടെ ഒരു എന്തായാലും അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ആ അനീതിക്കെതിരെ താങ്കൾ ഇനിയായാലും പുതിയ സർക്കാർ വന്നു. ഞാനില്ലേ ഇതിന്റെ അപ്പുറത്തേക്ക് പോകും. ഈ നമ്മുടെ ഇപ്പോഴത്തെ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടപ്പെട്ട ആളാണ്. ഞാൻ പോവും, ഇതിന്റെ പിന്നാലെ പോവും. ഈ പിണറായി ചെയ്യണം. അത് നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം താങ്കൾ തുടരണം. മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് പിന്തുണ ആവശ്യമാണെങ്കിൽ അത് നമ്മൾ ഉറപ്പു നൽകുന്നു. ശരി സുബേർ. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും. ശ്രീ മുഹമ്മദ്, യഥാർത്ഥത്തിൽ താങ്കളൊരു ഇടതുപക്ഷ അനുഭാവി ആയതുകൊണ്ടുകൂടി ചോദിക്കുകയാണ്. ഈ പാർട്ടി ഇപ്പോൾ വിമർശനങ്ങളൊക്കെ ഉയരുന്നുണ്ട്. സാധാരണഗതിയിൽ CPM-ന്റെ കമ്മിറ്റികളൊക്കെ കടുത്ത വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളും തർക്കങ്ങളും ഒക്കെ നിറഞ്ഞതായിരുന്നു എല്ലാ കാലത്തും. അങ്ങനെ ഒരു സംസ്ഥാന നേതൃത്വം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞാൽ അത് അപ്പടി അംഗീകരിക്കുന്ന കമ്മിറ്റികളല്ല. അതിനെ വിമർശിക്കും, അതിനെതിരെ തർക്കമുണ്ടെങ്കിൽ അത് ഉന്നയിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു കമ്മിറ്റികൾ. ആ കമ്മിറ്റികളൊക്കെ വിഭാഗീയതയാണ് എന്നൊക്കെ പറഞ്ഞ് അതിനെയൊക്കെ മാറ്റി നിർത്തി ഒരു ഏകശിലാരൂപം പോലെ കൊണ്ടുവന്ന ഒരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റികൾക്കാണ് ഒരു വോട്ടെടുപ്പ് നടന്നതിന് ശേഷവും ഇത് പരാജയപ്പെടുമെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോയത്. അത്രത്തോളം ജനങ്ങളിൽ നിന്ന് അകന്നു എന്നതിന്റെ ഒരു തെളിവ് കൂടിയല്ലേ? എവിടെയാണ് പിഴച്ചത്? നമസ്കാരം. പിന്നെ മുൻ പറഞ്ഞ ആളെ പറഞ്ഞതെല്ലാം സത്യമൊന്നുമല്ല. കാരണം വെച്ചാല് അയാളൊരു കുയിന്ത് പറയാണ്, അതായത് ഒരു അസൂയ. അത് പോട്ടെ, എന്നിട്ട് അവസാനം പറഞ്ഞു രാഷ്ട്രീയമൊന്നുമില്ല എന്നും പറഞ്ഞു. അത് ഒരാളുടെ വ്യക്തിപരമായ അനുഭവം ഉണ്ടായതിന് നേരിടേണ്ടി വന്ന അനുഭവത്തെ കുറിച്ച് പറഞ്ഞതിന് ഇപ്പം നമുക്ക് അതിനെ ശരിയാണോ തെറ്റാണെന്ന് എനിക്ക് നേരിട്ടറിയില്ല. അത് കേൾക്കുക എന്നുള്ളതല്ലാതെ എന്ത് ചെയ്യാം, അതിനകത്ത് തെറ്റാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല എന്തായാലും. ആയിക്കോട്ടെ. എന്നാലേ പിന്നെ ഇങ്ങനെ പാർട്ടി തോറ്റു എന്ന് പറഞ്ഞാൽ വൻ തോൽവിയാ. അതിൽ തോൽവിയാണെന്ന് തന്നെ പറയുന്നുണ്ട്. പക്ഷെ അതിന് കാരണങ്ങൾ പലതുണ്ട് സാറേ. ആ പല കാരണങ്ങളും ഇതിൽ കൂടെ എനിക്ക് പറയാൻ പറ്റൂല. അപ്പൊ അത് ഞാൻ പറയേണ്ട തരത്തിൽ പറയാനേ പറ്റുള്ളൂ. അപ്പോ
പാർട്ടി ഇനിയും അത് ആ തോൽവിയുടെ കാര്യത്തിൽ വളരെയധികം പഠിച്ച് ഞാൻ പറയാം, ഇങ്ങനെ മുട്ടി വരുന്നുണ്ട്, പക്ഷെ അത് പറയുന്നില്ല. അത് പാർട്ടി കൃത്യമായിട്ട് ശ്രീ മുഹമ്മദ്, ഈ മുഹമ്മദിന് നല്ല പ്രായമുള്ള എത്രയോ കാലത്തെ ജീവിതാനുഭവങ്ങളും പാർട്ടി പ്രവർത്തന അനുഭവം ഒക്കെ ഉള്ള ആളാണ്. ഈ പാർട്ടിയിൽ മുമ്പ് ഇങ്ങനെ ആയിരുന്നോ? പാർട്ടി ഒരു തീരുമാനമെടുത്താൽ എല്ലാ കാലത്തും ആ തീരുമാനത്തിനെതിരെ കേന്ദ്ര കമ്മിറ്റി മുതൽ അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോ മുതൽ ഇങ്ങ് ബ്രാഞ്ചിൽ വരെ ആളുകൾ വിമർശനം ഉന്നയിക്കുകയും തർക്കങ്ങൾ ഉന്നയിക്കുകയും ഒക്കെ ചെയ്തിരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ചിരുന്നതല്ലേ? ഇപ്പോഴും അങ്ങനെയാണ് സാറേ. ഇപ്പോൾ അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ ഒരു സംവിധാനം മുഴുവൻ അടിമുടി മനസ്സിലായില്ലേ? ഈ സംവിധാനം ധാർഷ്ട്രീയമായി മുന്നോട്ട് പോകുമ്പോൾ ആ സംവിധാനത്തിന് ഇത്തരത്തിൽ തിരിച്ചടി ജനങ്ങളുടെ ഒന്നും ഉണ്ടാകുമെന്ന് കഴിയണ്ടേ? അത് പല പ്രാവശ്യം പലതും അതിന് വേറെയും പ്രശ്നങ്ങളുണ്ട്. അത് ഇപ്പൊ നിങ്ങൾക്ക് ഇതിന് ഞാൻ തുറന്ന് പറയാൻ പറ്റൂല, എനിക്ക് പറയേണ്ട സ്ഥലത്തേ പറയാൻ പറ്റുള്ളൂ. അതിന് പല കാരണങ്ങളുണ്ട് സാറേ. അത് മനസ്സിലാക്കിയാൽ മുന്നോട്ട് പോയാൽ പാർട്ടി വിജയിക്കും. അതല്ലാത്ത പക്ഷം തോൽവി കുറെ കണ്ടതാ. ഇനി തോറ്റു എന്നുള്ള ഇനി പ്രശ്നമൊന്നുമില്ല അതില്. അല്ല, തോൽവി ഒരു വിഷയമല്ല ശ്രീ മുഹമ്മദ്, തോൽവിയല്ല വിഷയം. അതിന്റെ ഒരു ഗൗരവത്തിന്റെ വിഷയം പറയാം. പോൾ ബ്യൂറോയിലടക്കം ചെന്നപ്പോൾ ഇവർക്ക് നേരിടേണ്ടുന്ന ഒരു ചോദ്യം തോൽവിയും ജയവും ഒക്കെ ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ്, വോട്ടെടുപ്പ് കഴിഞ്ഞ് പെട്ടിയിലായ വോട്ട് ഇത്ര ദയനീയമായി തോൽക്കാൻ പോവുകയാണ് എന്നുള്ളത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ, അപ്പോഴും 75 സീറ്റ് നേടി ജയിക്കുമെന്ന് ഒരു സംസ്ഥാനത്ത് അന്ന് മുഖ്യമന്ത്രി ആയിരുന്ന ഒരാളും സംസ്ഥാനത്തിൻ്റെ സെക്രട്ടറിയും ഒക്കെ പറയുന്നെങ്കിൽ അവർ ജനങ്ങളിൽ നിന്ന് വല്ലാതെ അകന്നുപോയി എന്ന് തന്നെയല്ലേ എൻ്റെ തെളിവ്? അത് അകന്നു എന്നുള്ളത് തന്നെ ഞാനും പറയുന്നത് സാറേ. ഇനി അതിന് അകനല്ല കാരണം എനിക്ക് ഇവിടെ പറയാൻ പറ്റൂല. അകന്നു. കാരണം 3 നമ്മളെ വിമതന്മാര് ജയിച്ചു. ഒരു കുഞ്ഞികൃഷ്ണനും ഒരു നമ്മളെ സഖാവ് ജി സുധാകരനും KT ഗോവിന്ദനും ജയിച്ചു. അതൊക്കെ ഇവിടെ ജയിക്കാൻ പാടില്ലാത്തതുമാണ്. പാർട്ടിനെ എതിരെ പോലെ നിന്നതുമാണ്. കണ്ടമാനം വോട്ടിട്ട് ജയിച്ചതുമാണ്. അത് എന്തുകൊണ്ട് ജയിച്ചു? പാർട്ടിന്റെ കുഴപ്പം കൊണ്ടാണ് എന്നുള്ളതാണ്. പാർട്ടിയുടെ കുഴപ്പമില്ല, പാർട്ടി നയിച്ചവരുടെ കുഴപ്പം കൊണ്ടാണ്. പാർട്ടിക്കാർ തന്നെയാണ് അവർക്ക് വോട്ട് കൊടുത്തത്. ആ പാർട്ടിക്കാരെ തന്നെ കൊടുത്തിട്ടുണ്ട്. അല്ല, പാർട്ടിയുടെ കുഴപ്പമല്ല, അത് പാർട്ടിയെ നയിച്ച ആളുകളുടെ ഈ TK ഗോവിന്ദനോ അല്ലെങ്കിൽ കുഞ്ഞികൃഷ്ണനോ കിട്ടിയ വോട്ടല്ല. അത് CPM-ന്റെ നേതൃത്വത്തിനെതിരെ അവരുന്നയിച്ച വിമർശനങ്ങൾക്ക് കിട്ടിയ വോട്ട് കൂടിയല്ലേ? അല്ല, അവിടെ നിൽക്കുന്നതിന് എതിരെ ഇപ്പൊ ഉദാഹരണത്തിന് സുധാകരൻ സാറിന്റെ പറയാം, സഖാവ് സുധാകരന്റെ അദ്ദേഹം അവിടെ നിർന്നു. അദ്ദേഹത്തിന് നിൽക്കണം എന്നുള്ള ആവശ്യമുണ്ട്. അദ്ദേഹത്തിന് എന്തുകൊണ്ട് ആദ്യം നിർത്താൻ അവര് ഒരു എമ്മതിയിൽ എത്തിയില്ല? ഇപ്പൊ എന്തോയി നാണം കെട്ടില്ലേ? അതന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിനെതിരെ പറഞ്ഞ മുഖ്യമന്ത്രി അടക്കം അദ്ദേഹത്തിനെതിരെ പറഞ്ഞ വാക്കുകൾ പോലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പറയാത്ത വാക്കുകളല്ലേ പറഞ്ഞത്? സംഭവം ശരിയാണ് സാറേ. അതൊക്കെ ഒത്തു തീരാനും പറ്റില്ല. അതിനെല്ലാരും കുറച്ച് കുറയണം. ഇത് അണ്ടിയ മൂത്തു മാങ്ങിയ മൂത്തു എന്നുള്ളവർക്ക് ഇന്നലെ എന്ത് ചെയ്യും? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.